ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ നിഷ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ബദാം ഹൽവയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ നിന്ന് കിട്ടുന്ന ബദാം ഹൽവയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. ബദാം ഹൽവ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ അളവ് കപ്പിന് 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അതിന് ബദാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തൊലിയെല്ലാം നന്നായി വിട്ടുപോരുന്നതിന് വേണ്ടി അരമണിക്കൂർ മാറ്റിവെക്കാം. അടുത്തത് സാഫ്രോൺ മിൽക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം മാറ്റിവെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഞെക്കി കൊടുത്താൽ മതി, തൊലിയെല്ലാം വിട്ടുപോകുന്നോളൂ. ഞാൻ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി 3-4 എണ്ണം മാറ്റി വെച്ചിരുന്നതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിനായി 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറിയ തരിയായി വേണം അരച്ചെടുക്കാൻ, ഒത്തിരി അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു പാനിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത ബദാം ചേർത്ത് കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ തരിതരിയായാണ് അരഞ്ഞു കിട്ടേണ്ടത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായി കളറൊക്കെ മാറി മിക്സ് മുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതും കുക്ക് ചെയ്യേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. പാൽ നന്നായി വറ്റി കിട്ടണം. അതിന് ഏകദേശം 5 മിനിറ്റോളം സമയമെടുക്കും. ഈ ഒരു പരുവമാവുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സാഫ്രോൺ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. 1 കപ്പ് ബദാമിന് 1 കപ്പ് പഞ്ചസാര, അതാണ് കണക്ക്. ഓവർ മധുരമൊന്നുമില്ല കേട്ടോ. ചൂടാറി വരുമ്പോൾ മധുരം പാകമായിക്കൊള്ളും. പിന്നെ ഹൽവ ആവുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. ഇപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇവയിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം 8 മിനിറ്റ് സമയമെടുത്തു കേട്ടോ. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ടേസ്റ്റുകളൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. പാനിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ടുപോരണം. ആ ഒരു പരുവമാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പാകം മതി. നന്നായി ചൂടാറി റൂം ടെമ്പറേച്ചറിൽ ആകുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും.
ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.